ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറേ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരത്ത് ഷെബിനെ കൊണ്ടുവരാൻ പോകണം. താഴോട്ട് ബസ് വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചായ ഉണ്ടാക്കുകയാണ്. ഇവിടെ ചായയൊക്കെ കരണ്ടടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് വൈകുന്നേരത്തൊന്നും അങ്ങനെ കടിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. ബേക്കറി ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ തന്നെയാണ് കൊടുക്കാറുള്ളത്. വൈകുന്നേരത്ത് എനിക്കാണെന്നുണ്ടെങ്കിൽ നല്ല വിശപ്പായിരിക്കും കേട്ടോ. പക്ഷെ എന്നാലും അങ്ങനെ ഉണ്ടാക്കാറില്ല. ഉണ്ടാക്കാനുള്ളൊരു എനർജി കിട്ടാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാറൊന്നുമില്ല. അങ്ങനെ ചായക്ക് റെഡിയാക്കിയിട്ട് നമ്മൾ താഴോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മഴയ്ക്ക് കുറച്ചൊരു ഒഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഐഷു പുറത്ത് തന്നെ ചെരുപ്പൊക്കെ ഇട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. അവളും പോരാറുണ്ട് കേട്ടോ. അവൾ ചെറുപ്പം മുതലേ പോരൽ തുടങ്ങിയതാണ്. അപ്പോൾ പിന്നെ ഇവിടെ നിന്നോന്ന് പറഞ്ഞാൽ കേൾക്കൊന്നുമില്ല. അവൾക്കും എന്നും കൊണ്ടാനും കൊണ്ടാക്കാനും ഒക്കെ പോരണം കേട്ടോ. അപ്പോൾ രാവിലെ മഴ പെയ്തപ്പോൾ കുട കൊണ്ട് പോയതാണ്, അതവിടെ നിർത്തി വെച്ചതായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ചുരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ താഴത്ത് റോഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഷെഡ് ഉണ്ട് കേട്ടോ. നമ്മളെ ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊന്നുമല്ല, അല്ലാതൊരു ഷെഡ് ഉണ്ടാക്കിയിട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിലാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാറുള്ളത്. അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ, റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ബസ് വരിക. അപ്പോൾ ആ സമയത്ത് അങ്ങോട്ട് മുറിച്ച് കിടക്കലാണ് കേട്ടോ. അപ്പോൾ ഐഷു ഉള്ളതുകൊണ്ടൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇവിടെ ആക്കി പോകാനൊന്നും പറ്റൂല. കാരണം കുട്ടികളല്ലേ, എപ്പോഴാണ് അവർക്ക് റോട്ടിൽ ഓടാൻ തോന്നുന്നതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ മുറിച്ച് കിടക്കുമ്പോൾ അവൾ എടുത്തിട്ട് തന്നെയാണ് അപ്പുറത്തേക്ക് മുറിച്ച് കടന്ന് പിന്നെ കുട്ടികളെല്ലാവരും പാടായിട്ട് ഇങ്ങോട്ട് തന്നെ കിടക്കാറാണ് കേട്ടോ. അപ്പം ഐഷു അവളെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞു തരികയാണ്. അപ്പം അങ്ങനെ കുട്ടികളൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഇന്ന് എല്ലാവരും നല്ല ഉത്സാഹത്തിൽ വേഗം ഓടുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മഴയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇവിടെയൊക്കെ നല്ല വെഴുക്കലാണ് കേട്ടോ. മഴ തോർന്നിട്ടുണ്ടെങ്കിൽ വെയിലൊക്കെ തെറിച്ചാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നല്ലൊരു വെഴുക്കലും കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് കളി കൂടിയ കാരണം കൊണ്ട് തന്നെ ഒന്ന് വീണിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കരച്ചിലാണ്. വീട്ടിൽ എത്തിയപ്പോഴത്തേനും കരച്ചിലും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഐഷു. അപ്പം അങ്ങനെ നമ്മൾ ചായക്ക് ഇപ്പം ഇന്ന് ബിസ്ക്കറ്റാണ് കേട്ടോ. 20 ബിസ്ക്കറ്റാണ്. എനിക്ക് ആദ്യം നല്ല ഇഷ്ടമൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ എനിക്ക് മധുരം അത്ര അങ്ങോട്ട് ഇഷ്ടം തോന്നാത്ത കാരണം കൊണ്ട് ഇത് ഓവറായിട്ട് മധുരമുള്ള പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കേട്ടോ. കാര്യമായിട്ടുള്ള പലഹാരങ്ങളൊന്നും ഇല്ലെങ്കിലും ഇതിന് തന്നെ അവർ അളന്നും മുറിച്ച് നോക്കിയിട്ടൊക്കെ കുറേ നേരം എടുക്കും കേട്ടോ. രണ്ടാളും ചായയും ബിസ്ക്കറ്റൊക്കെ ഒപ്പം വെച്ച് നോക്കിയിട്ട് മുറിഞ്ഞിട്ടുണ്ടോ പൊട്ടിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് അങ്ങനെയുള്ള ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുറേ ടൈം എടുക്കും അവരിപ്പോൾ ഇതന്നെ കഴിച്ച് കഴിയാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഫോണൊക്കെ കുത്തി വെച്ചിട്ട് കുറച്ച് നേരം ഇവിടെ എളാപ്പാൻ്റെ വീട്ടിലൊക്കെ പോയിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ മഗ്‌രിബിക്ക് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഓതായിരിക്കുമ്പോൾ അവൻ എഴുതുകയാണെങ്കിൽ എഴുതിക്കോട്ടെ വെച്ചിട്ട് ബുക്ക് എടുത്ത് വെച്ച് കൊടുക്കാറുണ്ട്. പക്ഷേ എഴുതലും നടക്കൂല കേട്ടോ. നമ്മൾ വായിട്ടരച്ചിട്ടൊക്കെ തന്നെ എഴുതുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബ്രെഡ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. എന്നിട്ട് പിന്നെ 2 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് പിന്നെ എൻ്റെ അടുത്തേക്ക് തന്നെ വന്നിരുന്ന് എഴുതലൊക്കെ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചോറും ചെമ്മീനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ മക്കൾക്കും കൊടുത്തു. കുറേ നേരം പഠിപ്പിച്ചൊരു 8:30
വരൊക്കെ ഇരുന്നിട്ടുണ്ട്. സാധാരണ കുട്ടികൾ ഭക്ഷണം കൊടുത്തതിന് ശേഷമാണ് ഞാൻ കഴിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ പഠിക്കാനിരുന്നാൽ 2 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഞാൻ ഫുഡ് എടുത്ത് വരും. അപ്പോൾ ഇന്ന് ഞാനതിൻ്റെ ഇടയിൽ എനിക്ക് ചെമ്മീനൊക്കെ ആയത് കാരണം കൊണ്ട് ഞാൻ വേഗം ഒന്ന് കഴിച്ചു. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് നേരം 2:30 വരെയൊക്കെ ഇരുന്ന് എഴുതിപ്പിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഫുഡ് കൊടുക്കലും കഴിഞ്ഞ് ഞാൻ മേലേക്ക് പാക്ക് ചെയ്യാൻ വന്നിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാക്ക് ചെയ്യാൻ വന്നാൽ ആദ്യം തന്നെ ഞാൻ അഡ്രസ്സ് എഴുതുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അങ്ങനെ അഡ്രസ്സൊക്കെ എഴുതി വെക്കും. പിന്നെ ഇപ്പോൾ നമ്മൾ ഓർഡേഴ്സും കുറവാണ് കേട്ടോ. അപ്പോൾ അധികമൊന്നും പാക്ക് ചെയ്യാനില്ല. ഞാനിപ്പോൾ പിന്നെയും ഒരുപാട് അങ്ങോട്ട് ഇത് കൊടുത്തിട്ട് ഒരുപാട് അങ്ങോട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് കുറേ അങ്ങോട്ട് പാക്ക് ചെയ്യാനും കുറേ ഓർഡേഴ്സ് എടുക്കണം അങ്ങനത്തെ ഒരു മൈൻഡും പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പാക്ക് ചെയ്യാൻ തന്നെ സത്യം പറഞ്ഞാൽ മടിയാണ്. ഒന്നാമത് നമ്മൾ അത്രയും ഇതിലാണ് റേറ്റ് കുറച്ചിട്ടാണ് ഒക്കെ ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും ഇപ്പോൾ ഒരു പാക്ക് ചെയ്യുന്നതിലും ഒരു കാര്യമില്ലാത്ത പോലത്തെ ഒരു ഓർഡർ എടുക്കലാണ്, സെയിൽ ചെയ്യലാണ് ഇപ്പോൾ. കാരണം നമുക്ക് തന്നെ പാക്ക് ചെയ്താലും ഒന്നും കിട്ടുന്നില്ല, കുറേ ടൈമും കാര്യങ്ങളൊക്കെ വേണേനും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഇപ്പോൾ പാക്ക് ചെയ്യാനും കുറച്ചൊരു മടിയും ക്ഷീണമൊക്കെ ഉള്ളതൊക്കെ കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടി അത്രയ്ക്ക് അങ്ങോട്ട് ഇത് കൊടുക്കാറില്ല കേട്ടോ. പക്ഷെ എന്നാലും അങ്ങനെ കിട്ടുന്ന ഓരോ ഓർഡേഴ്സ് നമ്മൾ പാക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, കുറച്ച് ഐറ്റംസൊക്കെ തന്നെ ഉള്ളൂ. സ്റ്റെൻസിലാണ് കേട്ടോ. ഒരു 3 സ്റ്റെൻസിലൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു, 3 ടൈപ്പ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റെൻസിലിൻ്റെ ഓർഡർ വരുമ്പോഴാണ് നമുക്ക് കുറേ ടൈമൊക്കെ എടുക്കുക. ഇന്നിപ്പോൾ വേറെ പാക്കിങ് കാര്യങ്ങളൊന്നുമില്ല, ഈ ഒരു ഓർഡർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ കുറേ ഓർഡേഴ്സൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് സ്റ്റെൻസിലിൻ്റെ ഓർഡർ കുറച്ച് നേരം ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. നമുക്കിത് വരക്കാനും ഓരോന്നും കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ടൈം ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷീറ്റിലാണ് കേട്ടോ ഞാൻ സ്റ്റെൻസിൽസ് ഒക്കെ കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഈ ഒരു 3 ടൈപ്പ് സ്റ്റെൻസിൽ തന്നെ നമുക്ക് വരച്ച് കട്ട് ചെയ്തെടുക്കാൻ ഒരു അരമണിക്കൂറിൻ്റെ മുകളിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണുമ്പോൾ സിമ്പിളാണെന്ന് തോന്നും, പക്ഷേ കുറേ ടൈം നമുക്കിതിന് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇത് പാക്ക് ചെയ്യാനിരിക്കുമ്പോഴും ഞാനിപ്പോൾ എല്ലാ ഐറ്റംസും എടുത്ത് കൊടുന്ന് മേശമ്മ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റെൻസിലാണെന്നുണ്ടെങ്കിലും വേറെ ഇതിൽ വെക്കാനുള്ള ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ 2-3 ഐറ്റംസ് ഇതിലുള്ളൂ. അപ്പോൾ അതങ്ങനെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇരുന്നിട്ടുള്ള ചെയ്യണത് കേട്ടോ. അല്ലെങ്കിൽ ഓരോന്നും അവിടുന്നും ഇവിടുന്നും ഒക്കെ എടുത്തിട്ടും ഇതായിട്ടൊക്കെ നമ്മൾ പെട്ടെന്ന് നമുക്ക് ടയേർഡാവും കേട്ടോ. അപ്പോൾ കുറച്ചൊരു പണിയൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ ഒരു വരുമാന മാർഗ്ഗമല്ലേ. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ നമ്മളിപ്പോഴും ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ കൊറിയർ ബാഗിൻ്റെ ഉള്ളിൽ നമ്മൾ അഡ്രസ്സ് എഴുതിയത് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതിൽ കണ്ടോ ഇങ്ങനെ 2 ഭാഗത്ത് സ്റ്റിക്കർ ഉണ്ടാവും. അതിൽ ഈ അഡ്രസ്സ് എഴുതുന്ന ഭാഗത്ത് അതിൻ്റെ ഉള്ളിലാക്കിയിട്ടും നമുക്കൊരു സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കാനുണ്ടാവും. പിന്നെ ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒട്ടിക്കാനും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ പലർക്കും അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അഡ്രസ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഐറ്റംസൊക്കെ ഓരോന്നോരോന്നായിട്ട് വെക്കണം. അപ്പോൾ അതിലുള്ളത് ഈ ഒരു ലെതർ ഷീറ്റ്. ഇത് നമുക്ക് വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ, ഓറഞ്ച് കളറാണ്. വീഡിയോയിൽ അത്ര ഭംഗി തോന്നുന്നില്ല. അപ്പോൾ അത് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലുള്ളത് നമ്മളുണ്ടാക്കിയ സ്റ്റെൻസിൽസ്. ഞാൻ പറഞ്ഞല്ലോ 3 ടൈപ്പാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ടൈപ്പ് ഇതാണ് കേട്ടോ. ഇതൊരു മോഡലാണ്. അതുപോലെ ഇത് രണ്ടാമത്തെ മോഡൽ. കണ്ടാൽ രണ്ടും ഒന്നാണെന്ന് കരുതും, പക്ഷേ ഒന്നല്ല കേട്ടോ, വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ മൂന്നാമത്തെ മോഡൽ 3 ടൈപ്പ് വരുന്നതാണ്. അതായത് ഇങ്ങനെ ഒരു 3 ടൈപ്പ് വരുന്നതാണ് മൂന്നാമത്തെ മോഡൽ. അതൊരു ബോൻ്റെയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഈ ഒരു ബോയിൻ്റെ ഇതെല്ലാം സെറ്റാക്കിയിട്ട് നമ്മളിങ്ങനെ ഒരു കൊറിയർ ബാഗല്ല പാക്കിംഗ് കവറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാക്കിംഗ് കവർ നമ്മൾ വാങ്ങൂല എന്ന് കരുതിയിട്ടുള്ളതായിരുന്നു ലാസ്റ്റ്. നമുക്കിനി എല്ലാം ഒഴിവാക്കല്ലേ എന്നൊക്കെ കരുതിയതായിരുന്നു. പക്ഷേ അപ്പോൾ കുറേ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ആയത് കാരണം കൊണ്ട് നമുക്ക് പാക്കിംഗ് കവർ കഴിഞ്ഞപ്പോൾ പിന്നെ എന്തായാലും വാങ്ങാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വാങ്ങി.
പിന്നെ നമുക്ക് വെക്കാനുള്ളത് നെയിലോൺ ബാൻഡാണ് കേട്ടോ. ബ്ലാക്ക് നെയിലോൺ ബാൻഡാണ് അവർ പറഞ്ഞിട്ടുള്ളത്. 25 പീസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 25 എണ്ണം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ഒന്നും കൂടി ഒന്ന് എണ്ണി കൺഫേം ആക്കാറുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒന്ന് ക്വാളിറ്റി ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളടുത്ത് നിന്ന് നെയിലോൺ ബാൻഡ് വാങ്ങിയവർക്കെല്ലാം നല്ല അഭിപ്രായമാണ് കേട്ടോ. എല്ലാവരും നല്ല സൂപ്പർ ക്വാളിറ്റിയാണ്. നമുക്ക് തന്നെ അറിയാം, എനിക്ക് തന്നെ അറിയാം. അതിൽ ഞാൻ 100% ഉറപ്പ് തരുന്നൊരു സംഭവമാണ് ഈ നെയിലോൺ ബാൻഡ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെടുന്ന അത്രയും സൂപ്പറാണെന്ന് പറഞ്ഞ് ഇത് കിട്ടുന്ന നെയിലോൺ ബാൻഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതൊരു ഐറ്റം ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് നമ്മൾ എപ്പോഴും കൊടുക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും നമ്മൾ എല്ലാ സാധനങ്ങളും വിറ്റൊഴിവാക്കുകയാണെന്ന് പറഞ്ഞാലും ഇത് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓഫർ പ്രൈസിലാണ് കേട്ടോ കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ഒരു പീസ് 10 പീസൊക്കെ എടുക്കുമ്പോൾ 16 രൂപക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒരു പീസ് എടുക്കുകയാണെങ്കിൽ പോലും 13 രൂപക്കാണ് കേട്ടോ നമ്മളിത് കൊടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വേറെയുള്ള ഐറ്റംസിൻ്റെ ഇടയിലും കൂടിയാൽ അത് കുളത്തി വലിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നെയിലോൺ ബാൻഡ് നല്ലോണം ശ്രദ്ധിക്കണം. ആ സ്ക്രഞ്ചീസിൻ്റെ എലാസ്റ്റിക് നമ്മൾ വെറുതെ വെക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഓരോ പാക്കിലും എന്തെങ്കിലും ഒന്ന് എക്സ്ട്രാ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പാക്കിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ വീഡിയോ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ കാണിക്കുന്നുള്ളൂ. ഇപ്പം തന്നെ ഒരു 9:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് എൻ്റെ മരുന്നും കൂടി കുടിക്കുകയാണ് കേട്ടോ. ഫോളിക് ആസിഡിൻ്റെ ടാബ്ലറ്റാണ്. അപ്പോൾ ഇതോടെ വീഡിയോ ഞാൻ നിർത്തുകയാണ് കേട്ടോ.